1819 മെക്സിക്കൻ സൈനിക തലവനായിരുന്ന ഹെർനാൻ കോർട്ടസ് 600 സൈനികരുമായി മെക്സിക്കൻ തീരത്ത് കപ്പലിറങ്ങി. എതിർവശത്ത് വമ്പിച്ച ഒരു സൈന്യം. പല സൈനികരുടെ മനസ്സിൽ ഒരൊറ്റ ചിന്ത: സ്ഥിതി മോശമായാൽ തിരിച്ചു പോകാം. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹെർനാൻ കോർട്ടസ് ഒരുത്തിരവിറക്കി: കപ്പലുകളെല്ലാം കത്തിച്ചു കളയുക. തിരിച്ചു പോകാനുള്ള ഏക മാർഗമായിരുന്ന കപ്പലുകൾ തീയിൽ കത്തി അമർന്നു. ഇനി മറുത്തൊന്നും ചിന്തിക്കാനില്ല. പ്ലാൻ ബി ഇല്ല. ഇനി മുന്നോട്ട് പോക്ക് മാത്രം. സുവിശേഷത്തിലും യേശുനാഥൻ ഇതുതന്നെയാണ് പറയുക: അപ്പനെയോ അമ്മയെയോ തന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അതായത് മുന്നോട്ട് കാല് വച്ചിട്ട് ഒരു തിരിഞ്ഞു പോക്കില്ല. പഴയ കപ്പലുകളെയൊക്കെ കത്തിച്ചു കളയുക. ഒരു പാദം ക്രിസ്തുവിനോടും മറുപാദം ലോകത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ക്രിസ്തു ശിഷ്യനും ജീവിക്കുക സാധ്യമല്ല. ഈ വാക്കുകൾ ആദ്യം ശ്രമിക്കുമ്പോൾ അല്പം കടുപ്പമായി തോന്നാം. മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പഠിപ്പിച്ച യേശു തന്നെയാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. യേശു സ്നേഹത്തിന്റെ അളവിനെ കുറിച്ചല്ല, മറിച്ച് ക്രമത്തെക്കുറിച്ചാണ്. ക്വാണ്ടിറ്റിയെ കുറിച്ചല്ല, മറിച്ച് പ്രയോറിറ്റിയെ കുറിച്ചാണ് പറഞ്ഞു വെക്കുക. പ്രഥമമായി ആദ്യമായി നാം സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്. ജീവിതത്തിൽ ആർക്കാണ് ഒന്നാം സ്ഥാനം എന്നതാണ് ക്രിസ്തുവിന്റെ ചോദ്യം. ഒരു മല കയറുന്ന മനുഷ്യന്റെ കോമ്പസ് 1 ഡിഗ്രി ചരിഞ്ഞിരുന്നാൽ ഏറ്റവും അഗ്രത്ത് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും ആ മനുഷ്യൻ വളരെ അകലെയായിരിക്കും. ഇതുപോലെ ക്രിസ്തു ജീവിതത്തിൽ ഒന്നാമതല്ലെങ്കിൽ നമ്മുടെയൊക്കെയും ജീവിതം വഴിതെറ്റിയതാകും. എന്നാൽ ഇവിടെ ഒരു മനോഹരമായ വിരോധാഭാസമുണ്ട്. ക്രിസ്തു നമ്മുടെ ആദ്യ സ്നേഹമാകുമ്പോൾ മറ്റെല്ലാവരെയും നാം കൂടുതൽ നന്നായി സ്നേഹിക്കുവാൻ തുടങ്ങും. ക്രിസ്തുവിനെ ആദ്യം സ്നേഹിക്കുന്ന ഭർത്താവ് നല്ല ഭർത്താവായി തീരും, ഭാര്യ നല്ല ഭാര്യയായി തീരും, മാതാപിതാക്കൾ നല്ല മാതാപിതാക്കളായി തീരും, വൈദികൻ നല്ല ഇടയനായി തീരും, സന്യാസിനി ദൈവസ്നേഹത്തിന്റെ സന്തോഷകരമായ സാക്ഷിയായി തീരും. ക്രിസ്തുവിനെ പ്രഥമമായി സ്നേഹിക്കുന്നവൻ മറ്റുള്ളവരെ കുറച്ചല്ല സ്നേഹിക്കുക, മറിച്ച് അവന്റെ സ്നേഹം വിശുദ്ധീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് പറയാൻ കഴിയുന്നത്, യേശു കുടുംബത്തെ കുറച്ച് സ്നേഹിക്കുവാനല്ല പറയുന്നത്, എല്ലാ സ്നേഹങ്ങൾക്കും മുകളിൽ അവിടുത്തെ സ്ഥാപിക്കാനാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, കോർട്ടസിന്റെ സൈനികരെ പോലെ നമ്മുടെ ജീവിതത്തിലും നാം തിരിച്ചു പോകുവാൻ ഉപേക്ഷിച്ചു വയ്ക്കുന്ന ഒത്തിരിയധികം കപ്പലുകളില്ലേ? അത് പണത്തോടുള്ള അമിതമായ ആസക്തിയായിരിക്കാം, ആളുകളുടെ പ്രശംസ നേടാനുള്ള ആഗ്രഹമായിരിക്കാം, ക്ഷമിക്കാത്ത മനസ്സായിരിക്കാം, ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ഒരു പാപശീലമായിരിക്കാം, സുഖ സൗകര്യങ്ങളോടുള്ള അമിതമായ അടുപ്പമായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോടുള്ള അടിമത്തമായിരിക്കാം. യേശു ഇന്ന് നമ്മോട് പറയുന്നു, ഈ കപ്പലുകളൊക്കെയും കത്തിച്ചു കളയും. കാരണം പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകുവാനുള്ള വഴി നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിനെ പ്രഥമമായി പരിപൂർണമായി എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. ആയതിനാൽ തിരിച്ചു പോകുവാൻ സാധ്യതയുള്ള നമ്മുടെ എല്ലാ കപ്പലുകളെയും നമുക്ക് കത്തിച്ചു കളയാം. വിശുദ്ധർ വിശുദ്ധരായത് ഒരിക്കൽ അവർ ദൈവത്തോടുള്ള വിലപേശൽ അവസാനിപ്പിച്ചത് കൊണ്ടാണ്, പ്ലാൻ ബി വേണ്ടെന്ന് വച്ചത് കൊണ്ടാണ്, നിഷേധിച്ചത് കൊണ്ടാണ്, ആ കപ്പലുകളെ കത്തിച്ചു കളഞ്ഞത് കൊണ്ടാണ്. അവർക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല, അവർക്കൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്തുവാണ് ആ വഴി.